എനിക്ക് ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അവൻ തന്നെയാണ് ഏട്ടനുള്ളത്. അപ്പൊ ഞങ്ങള് പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നിനും വരരുത്. ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ അന്വേഷിച്ച് ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരും. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഇവിടെ ചിന്തിക്കുന്നത്? രണ്ടുപേര് പരസ്പരം സ്നേഹിച്ച് അവർ ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു. അതിന് വീട്ടുകാരുടെ സമ്മതം ഇല്ലാത്തത് കൊണ്ട് അവര് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ അവര് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. അപ്പോ ഈ ഒരു വീഡിയോ ഇപ്പൊ ഇവിടാനുള്ള കാരണം എന്തെന്ന് നിങ്ങളും ചിന്തിക്കില്ലേ? ഇവക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് വരെ ചോദിക്കേണ്ട അവസ്ഥ വരില്ലേ? എന്നാൽ അതല്ല സംഭവം. ഈ ഒരു പുള്ളിക്കാരനും പുള്ളിക്കാരനും ഭയങ്കര ലവ് ആണ് കേട്ടോ. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള സ്നേഹമാണ്. പക്ഷേ അടിച്ചോണ്ട് പോകുന്നത് ആരെന്നറിയാമോ? ഭാര്യയുടെ അനിത്യമായിട്ടാണ് ഈ ഒരു പുള്ളിക്കാരൻ ഒളിച്ചോടി പോകുന്നത്. എങ്ങനെ ഇരിക്കുന്നു? ഈ ഒരു 2025 തുടങ്ങിയപ്പോൾ മുതൽ അവിഹിതങ്ങളുടെ ഒരു മേള തന്നെയാണ് നമുക്ക് ചുറ്റുമല്ലേ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണല്ലോ, പവിത്രമായ സഹോദര സഹോദരി ബന്ധത്തിലുണ്ടായ ആ ഒരു കഴപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണല്ലോ. അതുപോലെ അടുത്തൊരു പീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇവനും കൊള്ളാം അവളും കൊള്ളാം അല്ലേ. എന്തായാലും നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളായി ഇഷ്ടത്തിലാണ്. അപ്പൊ ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ഒന്നും മിണ്ടാണ്ട് വെക്കായിരുന്നു ഒപ്പം തന്നെ. എനിക്ക് ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അവൻ തന്നെയാണ് ഏട്ടനുള്ളത്. അപ്പൊ ഞങ്ങള് പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നിനും വരരുത്. വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അതായത് ഇന്നെ ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ അന്വേഷിച്ച് ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാര് നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട്. എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഇവിടെ ഇല്ലാണ്ടെനിക്ക് പറ്റൂല. ഈ ഒരു വീഡിയോ ഒരു ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തതാണ് കേട്ടോ. ദിലീപ് വാഴപ്പുള്ളി എന്ന് പറയുന്ന ഒരു പേജിലാണ് ഈ ഒരു വീഡിയോ വന്നത്. അതിൽ ക്യാപ്ഷൻ കൊടുത്തിരുന്നത്, ഭാര്യയും 2 മക്കളുമുള്ള യുവാവ് ഭാര്യയുടെ സ്വന്തം അനിയത്തിയുമായി ഇനിയുള്ള കുറച്ചു കാലം ജീവിക്കാൻ തീരുമാനിച്ചു. രണ്ടുപേരും പിരിയാൻ പറ്റാത്ത വിധം അടുത്തു അത്രേ. ഞാൻ ഇനിയും മടങ്ങി വരും, 3 പേരെ കൂടി കൊണ്ടുപോകാനുണ്ട് അത്രേ, ജാഗ്രത. ഇനി തിരിച്ചു വരും, 3 പേരെ കൂടെ കൊണ്ടുപോകാനുണ്ടെന്ന് ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇവളെ കൂടാതെ വേറെ 3 പേരുണ്ടോ? ഈ ഒരു സംഭവം എവിടെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ പൊതുവെ അറിയില്ലായിരുന്നു. പക്ഷെ ഈ ഒരു വീഡിയോക്ക് താഴെ തന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞമനേങ്ങാട്ടിലെ കരുവാപ്പറമ്പ് കോളനിയിലുണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ ഇതൊരു കോളനിയിൽ നടന്ന ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് റീൽസ് ഏതെന്ന റിയൽ ഏതെന്ന പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണല്ലേ നമുക്ക് ചുറ്റും നടക്കുന്നത്. ഇവളും കൊള്ളാം, നല്ല അനീതി തന്നെയാണല്ലേ. സ്വന്തം ചേച്ചിയെ പറ്റിച്ചു പോകുന്ന അനീതിയും കൊള്ളാം, സ്വന്തം ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവും കൊള്ളാം. ഇയാൾക്ക് മക്കൾ വരെയുണ്ട്. ഇതുപോലെ നല്ലൊരു അനിയത്തി ഉണ്ടെങ്കിലേ ഇതുപോലെ തന്നെ എല്ലാ കുടുംബങ്ങളിലും വേണമല്ലേ. എന്നിട്ട് ഇതിൽ അയാൾ ഒടുവിൽ പറയുന്നുണ്ട്, ഞങ്ങളെ അന്വേഷിച്ച് ആരും വരരുത്. ഇവനെയൊക്കെ അന്വേഷിച്ച് ആര് പോകുമെന്നാണ് പറയുന്നത്. അതൊക്കെ പണ്ടത്തെ കാലത്താണ് അങ്ങനെ അന്വേഷിച്ച് പോകുന്നതും എടുക്കുന്നതൊക്കെ. ഇപ്പോഴങ്ങനെയൊന്നും അല്ല. ഇപ്പൊ പോയെങ്കിൽ പോയ വഴിക്ക് തന്നെ. അതാണ് ഇപ്പോഴത്തെ ആളുകൾ. ആ വീതിക്കിടയിൽ 2 പേരുടെ ഉമ്മ കൊടുക്കലും പരസ്പരം സ്നേഹചുംബനമൊക്കെ കണ്ടില്ലേ.
എന്റെ പൊന്നോ, സ്വന്തം കൂടപ്പിറപ്പിന്റെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ഈ ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ ഉരുമ്പിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവനും സ്വന്തം ഭാര്യയെ, ആ ഒരു ഭാര്യയെ വഞ്ചിച്ചു. അവക്കും അറിയാന്നാണ് അവൻ പറയുന്നത്. ശരിക്കും ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്ത് തന്നെ ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വീഡിയോയുടെ ആവശ്യമില്ല. അത് ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ. ഒരുപക്ഷെ നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റിയെന്നല്ല, നമ്മുടെ കേരളത്തിൽ എന്ത് പറ്റി, ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മുടെ കേരളത്തിലെ എന്തൊക്കെ വികൃത കാര്യങ്ങളാണ് ഇപ്പോൾ ചുറ്റും നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മകൻ അപ്പനെ വെട്ടിയത്, അതും സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ആ അച്ഛനെ ആ ഒരു മകൻ കൊലപ്പെടുത്തിയത്. അത് ആ മകൻ എന്ന് പറഞ്ഞ മെഡിസിൻ എന്തോ പഠിക്കുകയായിരുന്നു കേട്ടോ. ഇത്രയും പഠിപ്പിച്ച് വളർത്തിയ ആ അച്ഛന് അവനിക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് ആ ഒരു മകൻ ഈ ഒരു അച്ഛനെ വെട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് രീതിയിലാണ് നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റുപാടും പോകുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇത് കുറച്ചു നാൾ കഴിയുമ്പോൾ ഇവള് തന്നെ പറയും അവളുടെ ഇഷ്ടത്തിലല്ല, ഇവൻ നിർബന്ധിച്ചിട്ട് ഇട്ടതാണ് എന്ന് അവൾ തന്നെ പറയും. ആ ഒരവസ്ഥയിൽ തന്നെ വരും. കാരണം ഇവരൊന്നും അധിക നാളൊന്നും അങ്ങോട്ടൊന്ന് ജീവിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കണ്ട കോളിന് ആ സ്ഥിതിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. അവൻ പറഞ്ഞു കേട്ടില്ല, ഇവ തിരിച്ചു വരും, 3 എണ്ണത്തിനെയും കൊണ്ടുപോകാണ്ട്. ആ 3 എണ്ണം ആരാണാവോ എന്തോ.